കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് പിന്നെയും കർത്തൃസനിലേക്ക് അടുത്തു വരുവാൻ ഒരു അവസരം കൂടി ലഭിച്ചു തോർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ദൈവം നമ്മെ എപ്പോഴും സ്നേഹിക്കുന്നവനാണ്. മറ്റുള്ള ആരെക്കാൾ ഉപരിയായി അവൻ നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാണ്. യേശുവിൻ്റെ കൂടെ സുവിശേഷം കേൾക്കുവാൻ കടന്നു വന്ന വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും അത്രത്തോളം തന്നെ സ്ത്രീകളെയും അതിലിരട്ടിയായി കുഞ്ഞുങ്ങളെയും കർത്താവ് ഭക്ഷണം നൽകി തൃപ്തരാക്കി ഭവനങ്ങളിലേക്ക് അയച്ച സംഭവം നമുക്കറിയാം. അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. നാം ക്ഷീണിച്ചു പോകുവാൻ പാടില്ല, നാം തളർന്നു പോകുവാൻ പാടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരാൾ പരിക്ഷീണനായി പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ അവരെ ഭക്ഷണമൊക്കെ കൊടുത്ത് തൃപ്തരാക്കി ഭവനങ്ങളിലേക്ക് അയച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരെയും പടക് കയറി തടാകത്തിന് അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞയച്ചു. എന്നിട്ട് യേശു പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് യേശു തിരികെ ഇറങ്ങി വന്നിട്ട് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് എത്തുവാൻ തക്കവണ്ണം യാത്ര പുറപ്പെട്ടു. അങ്ങനെ തടാകത്തിൽ കൂടി യേശു വെള്ളത്തിന്മീതെ നടന്ന് ശിഷ്യന്മാർ സഞ്ചരിക്കുന്ന പടകിനോട് അടുത്തു. ആ പടകിനോട് അടുത്തപ്പോൾ ശിഷ്യന്മാർ നോക്കിയപ്പോൾ ആരോ ഒരാൾ വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു വരുന്നത് അവർ കണ്ടു. അതൊരിക്കലും യേശുവാണെന്ന് അവർ ചിന്തിച്ചില്ല. എന്നാൽ അവർ പറഞ്ഞത്, ഇതാ ഒരു ഭൂതം നമ്മളെ പിടിക്കുവാൻ ഇതാ കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അത് രാത്രിയുടെ 4-ാം യാമമായിരുന്നു. ഒരു ദിവസത്തിൽ 8 യാമങ്ങളുണ്ട്. ഒരു യാമം 3 മണിക്കൂറാണ്. രാത്രിയിലെ 4-ാം യാമം എന്ന് പറയുമ്പോൾ വൈകുന്നേരം 6 മുതൽ 9, 9 തൊട്ട് 12, 12 തൊട്ട് 3, 3 മുതൽ പ്രഭാതത്തിലെ 6 മണി വരെയാണ് രാത്രിയിലെ 4-ാം യാമം. ഈ 4-ാം യാമത്തിൽ യേശു പടകിനോട് അടുത്തു വരുവാൻ വെള്ളത്തിന് മീതെ സഞ്ചരിക്കുന്നതാണ് ശിഷ്യന്മാർ കണ്ടത്. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് അവർ നിലവിളിക്കുവാനിടയായി. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ഭൂതമുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഭൂതമുണ്ടെന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ശിഷ്യന്മാർക്കും തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം കർത്താവ് നൽകിയത്. ലൂക്കോസിൻ്റെ അവസാനത്തെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, യേശു ഒടുവിലായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗം. അപ്പോഴും ഭൂതമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, ഭൂതങ്ങൾക്ക് എന്നെപ്പോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ. ഒരു അരൂപി പോലെ, ഒരു അശുദ്ധാത്മാവ്, ദുരാത്മാവ് എന്ന നിലയിലാണത് പ്രത്യക്ഷപ്പെടുന്നത്. സ്തോത്രം. അപ്പോൾ ഭൂതമുണ്ടെന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട. യേശു ധാരാളം ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ അത് യേശുവാണെന്ന് മനസ്സിലാക്കിയ ശീമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, അത് നീയാണെങ്കിൽ ഞാൻ കൂടെ ആ വെള്ളത്തിൽ നടക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനെന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇറങ്ങി വാ. സ്തോത്രം. അങ്ങനെ പത്രോസ് വളരെ താല്പര്യമുള്ളവനായി ആ പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി യേശുവിൻ്റെ അടുക്കിലേക്ക് നടക്കുവാൻ ശ്രമിച്ചു. സ്തോത്രം. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്താഴുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഇറങ്ങിയപ്പോൾ ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷേ കാറ്റ് കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി. മുങ്ങിത്താഴുമെന്നുള്ള ഭയം. സ്തോത്രം. അങ്ങനെ യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. സ്തോത്രം.
യേശു ചെയ്യുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുവാനും യേശു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുവാനും അവൻ ശിഷ്യന്മാർക്കും മറ്റുള്ള എല്ലാ വിശ്വാസികൾക്കും അധികാരം നൽകിയിട്ടുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിനേക്കാളും വലിയ പ്രവൃത്തികളെ ചെയ്യും. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ട് വലിയ പ്രവൃത്തികൾ അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ രണ്ടുത്തരം ആ വാക്യത്തിലുണ്ട്. ഒന്ന് അല്പവിശ്വാസം, രണ്ട് സംശയം. സ്തോത്രം. പത്രോസിനോട് ചോദിച്ചത് തന്നെയല്ലേ, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? പത്രോസ് അല്പവിശ്വാസിയാണെന്ന് യേശുവിന് വ്യക്തമായിട്ടും അറിയാം. രണ്ടാമത് ഒരു സംശയം, എനിക്കത് ചെയ്യാൻ കഴിയുമോ? എനിക്ക് വെള്ളത്തിൽ നടക്കാൻ കഴിയുമോ? ഈ സംശയങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും സാധിക്കുകയില്ല. നാം ചെയ്യുന്നതെല്ലാം പരാജയമായിട്ട് മാറും. സ്തോത്രം. അപ്പോൾ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾ ഒന്ന് തികഞ്ഞ വിശ്വാസമുള്ളവനായിരിക്കണം, ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കണം. രണ്ടാമത് ഒരിക്കലും ഒരു സംശയവും പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ ജീവിതം പരാജയപ്പെട്ടു പോകും. സ്തോത്രം. എന്നിട്ട് യേശു പടകിലേക്ക് കയറി കാറ്റമർന്നു. അങ്ങനെ അവർ സുരക്ഷിതമായി അക്കരെ എത്തുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും പത്രോസിൻ്റെ ജീവിതത്തിലെ അനുഭവം പോലെ അല്പവിശ്വാസവും അല്പം അവിശ്വാസവും. സ്തോത്രം. ഇത് രണ്ടുമുണ്ടെങ്കിൽ ജീവിതം പരാജയമായി പോകും. തികഞ്ഞ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. ഒട്ടും സംശയിക്കാതെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്താൽ യേശു നമ്മുടെ പടകിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യും. അവൻ നമ്മളെ നമ്മുടെ കൈക്ക് പിടിക്കും. ആമേൻ. സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ കാണുവാനിടയാകും. അപ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ തികഞ്ഞ വിശ്വാസത്തോടെ എന്നെ യേശു കരുതിക്കൊള്ളും, എന്നെ യേശു വഴി നടത്തിക്കൊള്ളും എന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായി ജീവിതയാത്ര നയിക്കാം. അതിനെ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിനോടൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് അടിയങ്ങളങ്ങെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്ക് തിരുവനന്തപുരത്തിൽ കൂടി പിന്നെയും മനസ്സിലാക്കുവാൻ സാധിച്ചതിനാണ് സ്തോത്രം. ഞങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവൻ, ഞങ്ങളെ നന്നായി കരുതുന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്നവൻ യേശു ആണെന്ന് ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഓരോ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെയും ദൈവമക്കളെയും അവിടെ സഹായിക്കുന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആരുടെയും കുറവുകൾ കണക്കിടാതെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും തികഞ്ഞു വരുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ, സ്തോത്രം. വിവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്കെല്ലാ വിഷയങ്ങൾക്കും പരിഹാരം വരുത്തി അങ്ങ് അവരെ സഹായിച്ച് വിടുവിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊരു കാര്യവും അസാധ്യമല്ല. 5 അപ്പം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ പോഷിപ്പിച്ച അങ്ങേക്ക് അങ്ങയുടെ മക്കളായ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാം. അവരെ അങ്ങ് സഹായിക്കുകയും അവിടുന്ന് അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, ആമേൻ, വിശ്വാസത്തിൽ തികഞ്ഞ് ദൈവമക്കളായി ജീവിക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുന്ന കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അവരുടെ എല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ അങ്ങ് മറുപടിയിൽ സഹായിച്ചാണ് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ പുണ്യനാമം മഹത്വപ്പെടുത്താട്ട്. ഹല്ലേലൂയ. അങ്ങ് ആമേൻ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരമരണമാകണമേ സ്വർഗീയ പിതാവേ, ആമേൻ. ഈ ദൈവവചനം എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ
ഒരു വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും, സഹായിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.